ആകാശത്ത് വർണ്ണവിസ്മയം തീർത്ത് പെർസിയയുടെ ഉൽക്കാവർഷം. ഷാർജ മലീഹയിലെ പ്രത്യേകം തയ്യാറാക്കിയ ക്യാമ്പിൽ നിരവധി ആളുകളാണ് ഉൽക്കാമഴ നേരിൽ കണ്ടത്. ഷാർജ മലീഹ നാഷണൽ പാർക്കിൽ 300-ലേറെ പേരാണ് ഉൽക്കാവർഷം കാണാനെത്തിയത്. മലീഹ ആർക്കിയോളജിക്കൽ സെന്ററാണ് വാനനിരീക്ഷണത്തിനായി മരുഭൂമിയിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. മങ്ങിയ ചുവപ്പ് വെളിച്ചം മാത്രം ഒരുക്കിയാണ് ആകാശവിസ്മയം കാണാനെത്തിയവരെ മലീഹ നാഷണൽ പാർക്ക് സ്വീകരിച്ചത്. ആകാശം തെളിമയോടെ കാണാനായിരുന്നു ഈ സജ്ജീകരണങ്ങൾ. രാത്രി 9:30-യോടെ സഞ്ചാരികളെയും വാനനിരീക്ഷകരെയും ആവേശത്തിലാഴ്ത്തി അവിടെവിടെയായി മിന്നൽ പിളർ പോലെ ചെറിയ പ്രകാശരശ്മികൾ. രാവേറിയതോടെ പെർസിയഡ് ഉൽക്കമഴ കൂടുതൽ ദൃശ്യമായി. സമീപകാലത്ത് ഇത്രയും വ്യക്തതയോടെ പെർസിയഡ് ഉൽക്കവർഷം കാണാൻ ആകില്ലെന്നതും ഇത്തവണത്തെ പ്രത്യേകതയായിരുന്നു. So Perseids meteor shower, for those of you that don't know what a meteor shower is, right, is when a comet moves closer to the sun, you have pieces of it break off, right, leaving a trail. Now, every year when we move through this trail, usually in August, Perseids being from the Swift-Tuttle comet, right, every time we move through, debris enters our atmosphere, and as it enters, it burns up on entry, and by the time it gets closer, you see what we call shooting stars, right? So nights like this for Perseids, for example, with a meteor shower, you can have a high volume of shooting stars in one patch of sky. So anywhere that has darkness without അത്യാധുനിക ടെലസ്കോപ്പുകളിലൂടെ വാനനിരീക്ഷണം നടത്താനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിരുന്നു. വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഉൽക്കാവർഷത്തെക്കുറിച്ചുള്ള പ്രത്യേക പ്രസന്റേഷനുകളും ക്വിസ് മത്സരവും സംഘടിപ്പിക്കപ്പെട്ടു. മലീഹയിലെ മലനിരകൾക്ക് താഴെ ഒരുക്കിയ മനോഹരമായ ഒരിടം. മഴമേഘങ്ങൾ മാറുന്ന രാവിൽ നൂറുകണക്കിന് പേരാണ് ആകാശത്തെ വിസ്മയക്കാഴ്ച കാണാൻ എത്തിച്ചേർന്നത്. ക്യാമറമാൻ രഞ്ജിത്ത് കാരത്തിനൊപ്പം ടി ജമാലുദ്ദീൻ, കൈരളി ന്യൂസ്, ദുബായ്.